അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒടുവിൽ ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ നിയോഗിച്ചു. ഏതാണ്ട് 10-11 ദിവസം എല്ലാ നാടകീയതയോടെയും ആരാണെന്ന് പറയാതെ ഇത് സൂക്ഷിച്ചു വെക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത് ഈ പ്രഖ്യാപനത്തിൻ്റെ മറ്റൊരു കാര്യം. ഒടുവിൽ തേങ്ങയടിക്കാനും മുഖ്യമന്ത്രിയില്ലാത്ത കേരളമെന്ന ട്രോളുകളൊക്കെ ഇറങ്ങിയപ്പോഴും ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് പോലും ആരാണ് മുഖ്യമന്ത്രി എന്നറിയാത്തത്രയും ഭംഗിയോടെ അതിനെ സൂക്ഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശൻ ജനഹിതത്തിൻ്റെ പിന്തുണയിൽ, തെരുവുകളിൽ കേട്ട ശബ്ദത്തിൻ്റെ പിന്തുണയിൽ, അതുപോലെ തന്നെ കേരളം ഒന്നാകെ ഉയർന്നു കേട്ട ശബ്ദങ്ങളുടെ പിന്തുണയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളിലൊക്കെയും ഈ പറഞ്ഞ കടന്നു വന്ന വഴികളിലെല്ലാം ഇന്നുവരെ കണക്കുകളിലും പറഞ്ഞതിലും എല്ലാം കൃത്യതയും വ്യക്തതയും തെളിയിച്ച, അതുപോലെ ഉറച്ചു പറയുന്ന ഒരു നേതാവിനെ കിട്ടി എന്ന സന്തോഷമാണ് അണികളിൽ എങ്ങും കാണാനുള്ളത്. അത്തരമൊരു നേതാവിൻ്റെ വരവ് എല്ലാവരും ആഘോഷിക്കപ്പെട്ട നിലയിലാണ് അധികാരസ്ഥാനത്തേക്ക് എത്തുന്നത്. കെ.സി. എന്നും അടിയുറച്ച പാർട്ടിക്കാരനായിരിക്കും എന്നുറക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിലപാട് പത്രമാധ്യമങ്ങളോട് വ്യക്തമാക്കി ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തോടൊപ്പമാണെന്നും ഇനി അത് താൻ നടപ്പിലാക്കുന്ന ആളാണെന്നും പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് പരിഭവമുണ്ട്. അദ്ദേഹം സീനിയർ മോസ്റ്റ് നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല, പകരം ഗുരുവായൂരിൽ പോയി എന്നാണ് കേൾക്കുന്നത്. ഇനി ഘടകകക്ഷികൾക്കും ആശ്വാസമുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് അവർ മോചിതമായത്. ഇല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടത്തേണ്ടി വരും, നടക്കും എന്നുള്ളതായിരുന്നു പ്രധാന വിഘാതങ്ങളിലൊന്നായി സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും അവകാശപ്പെടാം, ഞങ്ങൾ നിർദ്ദേശിച്ച ഒരാൾ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നത്. ഇനി മറുവശത്ത് ഈ പറയുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ ഈ പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ള വിദ്വേഷികളും നമ്മുടെ സുകുമാരൻ നായർ സാറിനെ പോലെയുള്ള സമദൂര നായർ പ്രസ്ഥാനങ്ങളും ഇനി കണിച്ചോളങ്ങരയിലെ തമ്പുരാനുമൊക്കെ അസ്വസ്ഥത കുറച്ചുകൂടി വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് തീരുമാനിച്ചുവെന്നും മുസ്ലിം ലീഗ് അണികളാണ് ഏറ്റെടുത്തതെന്നും അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ മാറ്റാനുള്ള ശ്രമവും നന്നായി നടക്കും. ഒടുവിൽ നഷ്ടം വരാൻ പോകുന്നതും മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനുമൊക്കെ തന്നെയായിരിക്കും. കാരണം ഈ പറയുന്ന പേരുദോഷം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ആ പേരുദോഷത്തിൽ നിന്ന് അകന്നു നിൽക്കാനേ വി.ഡി. സതീശൻ ശ്രമിക്കുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണുകയും ചെയ്യാം. ഏതായാലും വി.ഡി. സതീശനെ പോലെ ഒരാൾ കരുത്തോടെ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അണികളിലും അതുപോലെ തന്നെ ആളുകളിലുമൊക്കെ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ പുതിയ മുഖ്യമന്ത്രിക്ക്. കരുത്താകാൻ കഴിയട്ടെ, ജനങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഉയരാനുമാകട്ടെ.